Okay, our next phylum is phylum Cnidaria or phylum Coelenterata. Okay. അതിൽ നമുക്ക് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗാനിസംസ് ആണുള്ളത്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ വാട്ട് ഇസ് ദിസ് സീ അനിമോൺ. അത് വളരെ നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ട് നല്ലോണം ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ എന്താ പറയുക സ്ക്രീനിൽ അല്ലെങ്കിൽ ബുക്സിലൊക്കെ കണ്ടിട്ട് നല്ല പരിചയമുള്ള ആളാണ് സീ അനിമോൺ. അതുപോലെ തന്നെ ഹൈഡ്ര, ജെല്ലി ഫിഷ്, ഇങ്ങനെ നമുക്ക് കാണാൻ കൗതുകമുള്ള അങ്ങനത്തെ കുറേ ഓർഗാനിസംസ്, മറൈൻ ഓർഗാനിസംസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ഫൈലമാണ് നിഡേറിയ അല്ലെങ്കിൽ സീലൻട്രേറ്റ. ഇനി അവരുടെ പ്രത്യേകതകൾ, അവരുടെ ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സീലൻട്രേറ്റ്സ് 2 തരത്തിൽ മെയിനായിട്ടും കാണാൻ പറ്റും. നോക്കിയേ, നിങ്ങളുടെ വ്യത്യാസം എന്താണെന്ന് നോക്കിയേ. ഇപ്പോൾ ഈ ഹൈഡ്രയൊക്കെ ആണെങ്കിൽ അത് സിലിണ്ട്രിക്കലാണ് അല്ലേ, സിലിണ്ട്രിക്കലാണ്. അതിന് ഹൈഡ്ര നോക്കിക്കഴിഞ്ഞാൽ അതിന് ഈ ഭാഗത്ത്, അതായത് ആ ടെൻറ്റക്കിൾസിൻ്റെ നടുക്കായിട്ടൊരു മൗത്ത് ഉണ്ടാവും, അത് സിലിണ്ട്രിക്കലായിരിക്കും. അതേസമയം അതായത് പോളിപ്പ് ആൻഡ് മെഡൂസ, അങ്ങനെ 2 ഡിഫറെൻറ്റ് ഫോമിൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് സീലൻട്രേറ്റ്സ്. ഒന്ന് ഹൈഡ്രയാണ് അതിൻ്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ. പിന്നെ ഓക്കെ, ജെല്ലി ഫിഷ്. ജെല്ലി ഫിഷിന് എന്ത് ഷേപ്പാണ്? സിലിണ്ട്രിക്കൽ ഷേപ്പല്ല, ജെല്ലി ഫിഷിന് ഒരു അംബ്രല്ല ഷേപ്ഡ് സ്ട്രക്ചറാണ്. അപ്പോൾ അങ്ങനെ 2 തരത്തിൽ 2 ഫിസിക്കൽ അപ്പിയറൻസ്, 2 തരത്തിലുള്ള ഡിഫറെൻറ്റ് ഫിസിക്കൽ അപ്പിയറൻസ് ഉള്ള ഓർഗാനിസംസ് ആണ് സീലൻട്രേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഹൈഡ്ര, അഡാംസിയ. അഡാംസിയ മീൻസ് നമ്മൾ ആദ്യം കണ്ട ഇതാണ് അഡാംസിയ. സീ അനിമോൺ ജനറലി പറയും. അപ്പോൾ ഹൈഡ്ര, അഡാംസിയ അതൊക്കെ സെസൈലായിരിക്കും. സെസൈൽ മീൻസ് അറ്റാച്ച് ടു എ സബ്സ്ട്രേറ്റ്, അതായത് ഒരു സബ്സ്ട്രേറ്റിൽ അറ്റാച്ച് ചെയ്ത് വളരുന്ന ഓർഗാനിസംസ്, അങ്ങനെയാണ്, അതിനെയാണ് സെസൈൽ എന്ന് പറയുന്നത്. അപ്പോൾ സെസൈൽ ഫോംസിനാണ് പോളിപ്പ് എന്ന് പറയാം. സെസൈലായിരിക്കും, അത് സിലിണ്ട്രിക്കലായിരിക്കും. ഓക്കെ, സീ അനിമോൺ അതുപോലെ തന്നെ ഹൈഡ്രയൊക്കെ. പക്ഷേ നമ്മുടെ ഒറീലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമൺലി നോൺ ആസ് ജെല്ലി ഫിഷ്, അതൊക്കെ അംബ്രല്ല ഷേപ്ഡ് ആണ്. അതുപോലെ തന്നെ ജെല്ലി ഫിഷ് മൂവിങ് അല്ലേ, ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്തല്ല നമ്മൾ കാണുക, മൂവിങ് ആണ്, അത് ഫ്രീലി മൂവിങ് ആണ്. അതാണ് മെയിൻ ഡിഫറൻസ്. അവർ പറയുന്ന പേരാണ് മെഡൂസ ആണ്. പോളിപ്പ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്ഡ് ഫോം. ഹൈഡ്ര, സീ അനിമോൺ പോലെയുള്ള അറ്റാച്ച്ഡ്, ഒരു സബ്സ്ട്രേറ്റിൽ ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്ത് വളരുന്നവരാണ് പോളിപ്പ് എന്ന് പറയുന്നത്. മെഡൂസ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, മെഡൂസ അറ്റാച്ച് ചെയ്ത് വളരുകയല്ല ചെയ്യുന്നത്, അത് ഫ്രീ സ്വിമ്മിങ് ആണ്. അതുപോലെ സിലിണ്ട്രിക്കലല്ല, ഏത് ഷേപ്പാണ്? ഏകദേശം ഒരു അംബ്രല്ല ഷേപ്ഡ് സ്ട്രക്ചറാണ്. ഇതൊക്കെയാണ് മേജർ ഡിഫറൻസ് പോളിപ്പ് ആൻഡ് മെഡൂസ. അപ്പോൾ 2 ഡിഫറെൻറ്റ് ഫോംസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ് സീലൻട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ. ഇനി സീലൻട്രേറ്റ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? അത് ഹോളോ ഗട്ട്. സീലൻട്രേറ്റ മീൻസ് ഹോളോ ഗട്ട് എന്നാണ് അർത്ഥം. ഹോളോ മീൻസ് ഒന്നുമില്ലാത്ത, ഹോളോ ഗട്ട്. അത് സീലൻട്രേറ്റ്സ് റേഡിയലി സിമെട്രിക്കലാണ്. അതുപോലെ ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനാണ്. നമ്മൾ പോറിഫറ പഠിച്ചതിൽ സെല്ലുലാർ ലെവൽ ഓഫ് ഓർഗനൈസേഷനാണ് പഠിച്ചത്. നെക്സ്റ്റ് ഹയർ ലെവലാണ് ടിഷ്യൂ ലെവൽ. ആ ടിഷ്യൂ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ് ആര്? ഈ പറയുന്ന സീലൻട്രേറ്റ്സ് അല്ലെങ്കിൽ നിഡേറിയൻസ്. ഓക്കെ, അവർക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ടാവും. ഓക്കെ, ഹൈഡ്ര, ഇപ്പോൾ ഹൈഡ്രയുടെ മൗത്ത് ഇവിടെ ഉണ്ട്, അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ അവർക്കൊരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ടാവും. അപ്പോൾ ആ ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ്. നമ്മൾ പോറിഫറയുടെ കാര്യത്തിൽ പഠിച്ചു, ഒരു ഓസ്കുലം എന്ന് പറയുന്ന ഒരു വലിയ ഓപ്പണിങ്ങും ഓസ്റ്റിയ എന്ന് പറയുന്ന കുറേ ചെറിയ ഓപ്പണിങ്ങും. ഇവിടെ അങ്ങനെയല്ല, ഒരു സിംഗിൾ മൗത്ത് സറൗണ്ടഡ് ബൈ ടെൻറ്റക്കിൾസ്. അതിൻ്റെ ഉള്ളിലേക്ക് ഒരു ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റിയാണുള്ളത്. ഒരു സിംഗിൾ ഓപ്പണിംഗ് ആണ്. ഇറ്റ് ആക്സസ് ബോത്ത് മൗത്ത് ആൻഡ് ഏനസ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് എക്സ്ക്രീഷനും ഇൻജക്ഷനും 2 ഫംഗ്ഷനും നടക്കുന്ന ഒരു കോമണിങ് ഓപ്പണാണ് ഇജക്ഷൻ ആൻഡ് ഇൻജക്ഷൻ. കോമൺ ഓപ്പണിംഗ് ആണ് ഇതിനുള്ളത്, സറൗണ്ടഡ് ബൈ ടെൻറ്റക്കിൾസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു സീലൻട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഹോളോ ഗട്ട് എന്നാണ് അർത്ഥം. അതെ, അതിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചർ, ഇന്നർ വാളിൻ്റെ സ്ട്രക്ചറാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇന്നർ വാളിൻ്റെ സ്ട്രക്ചർ ഇതാണ്. ഇന്നർ വാൾ, ഇത് ഈ കാണുന്ന ഔട്ടർ ഇതില്ലേ, അതിൻ്റെ ഇന്നർ ഭാഗം, ആ സ്ട്രക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇവിടെയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പെഷ്യലൈസ്ഡ് സെൽസ് ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് പറയാം. ഇനി വരുന്നതാണ് ഇതാണ് ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി എന്ന് പറയുന്നത്. ഇവർ കാർണിവോറസ് ആണ്.
ഓൾസോ ഇറ്റ് എക്സിബിറ്റ് ബോത്ത് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ആൻഡ് ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ. ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഡൈജഷൻ ഒക്കേഴ്സ് ഇൻസൈഡ് ദ സെൽ. പേര് പറയുന്ന പോലെ ഇൻട്രാ, ഡൈജഷൻ ഒക്കേഴ്സ് ഇൻ ദ സെൽ. അതായത് വളരെ സിമ്പിളായിട്ടുള്ള ഓർഗാനിസത്തിന് ഒരു ഡൈജസ്റ്റീവ് ട്രാക്ട് എന്ന് പറയാനൊന്നും ഇല്ലെങ്കിൽ അവരുടെ സെൽസ് തന്നെ സ്പെഷ്യലൈസ് ചെയ്ത് ഫുഡ് വാക്യൂൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ആ സറൗണ്ടിങ് സൈറ്റോപ്ലാസം തന്നെ എന്തായിട്ട് സറൗണ്ടിങ് സൈറ്റോപ്ലാസം തന്നെ എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്ത് ആ എൻസൈംസ് എന്ത് ചെയ്യും, ഈ പറയുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ആ പറയുന്ന ഫുഡ് മെറ്റീരിയൽസിനെ ഡൈജസ്റ്റ് ചെയ്യും. അതിനാണ് എന്ത് പറയുന്നത്, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട്സൈഡ് ദ സെല്ലിന് പുറമെ, അതായത് ഒരു ഗ്യാസ്ട്രോ വാസ്കുലർ ക്യാവിറ്റി ഉണ്ടാവും നമുക്കൊക്കെ ഉള്ള പോലെ. ഒരു നമുക്ക് പക്ഷേ മൗത്ത് ഏനസും ഉണ്ട്, ഒരു ക്യാവിറ്റി ഉണ്ടാവും, അവിടേക്ക് എൻസൈംസിനെ പ്രൊഡ്യൂസ് ചെയ്യും. അത് കഴിഞ്ഞ് ആ ഡൈജസ്റ്റഡ് ഫുഡ് ഉണ്ടല്ലോ, അപ്പോൾ ഇൻട്രാസെല്ലുലാറിലാണെങ്കിൽ ഡൈജസ്റ്റഡ് ഫുഡൊക്കെ ആ സെല്ലിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യപ്പെടും. പക്ഷെ നമ്മുടെ കേസിലാണെങ്കിലോ അതാ ക്യാവിറ്റിയുടെ വോൾസിൻ്റെ ഇടയിലുള്ള സെൽസിൽ കൂടി നമുക്കൊക്കെ ആണെങ്കിൽ ബ്ലഡ് വെസൽസിലേക്ക് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബോത്ത് ഇൻട്രാ സെല്ലുലാർ ആൻഡ് എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ ഇവർ കാണിക്കുന്നുണ്ട്, ഈ സിലിൻഡ്രേറ്റ്സ്. അതാണ് ഇൻട്രാ സെല്ലുലാർ എക്സ്ട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ റെസ്പിറേഷൻ, എക്സ്ക്രീഷനൊക്കെയാണ്. അതൊക്കെ സിമ്പിൾ ഡിഫ്യൂഷൻ വഴിയാണ് നടക്കുന്നത്. അതായത് ഒരു വെൽ നോൺ എക്സ്ക്രീറ്ററി സിസ്റ്റം അല്ലെങ്കിൽ റെസ്പിറേറ്ററി സിസ്റ്റം എന്ന് പറയാനൊന്നുമില്ല, സിമ്പിൾ ഡിഫ്യൂഷനാണ്. ആ ഓപ്പണിംഗ് കൂടി വാട്ടർ ഉള്ളിലേക്ക് കയറും, അപ്പോൾ ആ സിമ്പിൾ ഡിഫ്യൂഷനാണ്. അതുപോലെ അവരുടെ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രിമിറ്റീവാണ്. ഒരു ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ഇല്ല. അപ്പോൾ കുറേ നെർവ് സെൽസിൻ്റെ അഗ്രിഗേഷനാണ്, ഡിഫ്യൂസ്ഡ് നെറ്റ്വർക്ക് ഓഫ് നെർവ് സെൽസ്. നെർവ് സെൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, നാഡീകോശങ്ങളുടെ ഒരു നെറ്റ്വർക്ക് പോലെ ഇരിക്കുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ അത് ആ നെർവ് സെല്ലിൻ്റെ ഡയഗ്രമാണ് ഈ കാണിച്ചിരിക്കുന്നത്. നെർവ് സെല്ല് ഇങ്ങനെ ഡിഫ്യൂസ്ഡ് നെർവ് സെല്ലാണ്, കണ്ടോ, ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ ഉണ്ട്. അതായത് അടുപ്പിച്ചടുപ്പിച്ച് ഒരു സിസ്റ്റം പോലെയല്ല, ഒരു ഡിഫ്യൂസ്ഡ് നെറ്റ്വർക്കാണ്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഈ കാണുന്നതാണ് പോളിപ്പ് ആൻഡ് മെഡൂസ. ഇത് പോളിമോർഫിസം എന്ന് പറയും. ഈ എക്സിബിറ്റ് ഡിഫറെൻറ്റ്, അതായത് എക്സിസ്റ്റൻസ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസംസ് ഓഫ് ദ സെയിം ഗ്രൂപ്പ്. ഒരു സെയിം ഗ്രൂപ്പിലെ ഓർഗാനിസം പല രീതിയിൽ, പല എക്സ്റ്റേണൽ അപ്പിയറൻസിൽ കാണുക. അതിന് നമ്മൾ പോളിമോർഫിസം എന്ന് പറയും. ആ രണ്ട് അപ്പിയറൻസ് ആണ് ഈ പറയുന്ന പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സിലിണ്ട്രിക്കൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ്. അതിൻ്റെ ഇവിടെയാണ് ടെൻറ്റക്കിൾസ് ഒക്കെ കാണുക, ഹൈഡ്ര പോലെ അറ്റാച്ച് ടു എ പെർട്ടിക്കുലർ സർഫസ്, ഒരു സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. വൈൽ മെഡൂസ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു അംബ്രല്ല പോലെ അല്ലേ ഇരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ ടെൻറ്റക്കിൾസ് ഇങ്ങനെ താഴേക്ക് ഇങ്ങനെയാണ് നിൽക്കുക, തൂങ്ങിക്കിടക്കുകയാണ് ചെയ്യുക. അതുപോലെ അത് ഫ്രീ സ്വിമ്മിങ് ആണ്. ഇതാണ് പോളിപ്പും മെഡൂസയും തമ്മിലുള്ള വ്യത്യാസം. പോളിപ്പിന് എക്സാമ്പിൾ ഏതാ പറഞ്ഞത്, ഹൈഡ്ര. അതുപോലെ തന്നെ സീ അനിമോ. ഇനി മെഡൂസയ്ക്കോ നമ്മുടെ ജെല്ലി ഫിഷ് അല്ലെങ്കിൽ ഒറീലിയ എന്ന് പറയും. ജെല്ലി ഫിഷിൻ്റെ സയൻറ്റിഫിക് നെയിമാണ് ഒറീലിയ. ഇനി ഈ പോളിപ്പും മെഡൂസയും ചില ഓർഗാനിസം, വളരെ കുറച്ച് ഓർഗാനിസംസ് ഈ രണ്ട് ഫോമിലും എക്സിസ്റ്റ് ചെയ്യും. നമ്മൾ പറഞ്ഞു ഹൈഡ്ര പോളിപ്പായിട്ടാണ് കാണുന്നത്, എന്താ പറയുക, ജെല്ലി ഫിഷ് മെഡൂസയാണ്. പക്ഷേ ഒബീലിയ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഓർഗാനിസം, അതായത് സിലിൻഡ്രേറ്റ്സിൽ തന്നെയുള്ള വളരെ കുറച്ച് ഓർഗാനിസംസ് ഈ രണ്ട് ഫോമും ഒരേ ലൈഫ് ടൈമിൽ കാണിക്കും. അതൊരു പ്രത്യേകതയാണ്. രണ്ട് ഫോമും, അതായത് ദേ ക്യാൻ എക്സിസ്റ്റ് ബോത്ത് ആസ് പോളിപ്പ് ആൻഡ് ആസ് മെഡൂസ. ഓക്കെ, അതിന് നമ്മൾ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയും. അതായത് അവരാദ്യം മെഡൂസ, പിന്നെ പോളിപ്പ് പിന്നെ മെഡൂസ പ്രൊഡ്യൂസ് ചെയ്യും. പോളിപ്പിൽ നിന്ന് മെഡൂസ എന്ന് പോളിപ്പ്, അങ്ങനെ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ രണ്ട് രീതിയിലും കാണും. അതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് മെറ്റാജനസിസ്. ആ വാക്കുണ്ട് ഇവിടെ, മെറ്റാജനസിസ് ഓർ ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ. ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജനസിസ്. ഓക്കെ, നോക്കിയേ, ഈ മെഡൂസ സ്റ്റേജ് നിങ്ങൾക്ക് കാണാൻ നോക്കിയാൽ തന്നെ അറിയാം. ഈ മെഡൂസ സ്റ്റേജ് ഇത് സെക്ഷുവൽ റീപ്രൊഡക്ഷനാണ് അല്ലേ. അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്, ഇവിടെ ഫെർട്ടിലൈസേഷൻ കാണിച്ചിട്ടുണ്ട്.
ഫെർട്ടിലൈസേഷൻ, അതായത് എഗ്ഗും ഈ കാണുന്ന എഗ്ഗാണ്, ഈ വരുന്നത് സ്പേം. അതാണല്ലോ സെക്ഷുവൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മെഡൂസ ഫോം അണ്ടർഗോ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ടു ഫോം പോളിപ്പ്. പിന്നെ ഇതേ പോളിപ്പായി അല്ലേ. ഇനി എന്താ സംഭവിച്ചിരിക്കുന്നത്? പോളിപ്പ് അസെക്ഷുവലി ഫോംസ് മെഡൂസ. ഇതാണ് പോളിപ്പ്, ഹൈഡ്ര. ആ ഫോം അസെക്ഷുവൽ ഹൈഡ്ര മെഡൂസ അല്ല സീ അനിമൽ അല്ലെങ്കിൽ എന്താ പറയുക ജെല്ലി ഫിഷിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നല്ല പറയുന്നത്. ഹൈഡ്ര പോലെയുള്ള ഹൈഡ്ര പോലെയുള്ള സിലിണ്ട്രിക്കൽ ഫോംസ് അല്ലെങ്കിൽ പോളിപ്പ് ഫോംസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി മെഡൂസ ഉണ്ടാക്കും. മനസ്സിലായോ? അതായത് ഹൈഡ്ര പോളിപ്പായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. എന്താ പറയുക, അതുപോലെ തന്നെ ജെല്ലി ഫിഷ് മെഡൂസയായിട്ട് മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷേ ഒബീലിയ എന്ന് പറയുന്ന ഒരു ഓർഗാനിസം, ഒബീലിയ നമ്മൾ നോക്കിയാൽ ചില കേസിൽ ഒബീലിയ എന്തായിട്ട് കാണാം? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്ന ഒബീലിയാണ്. അതായത് അത് മെഡൂസ ഫോമിലായിരിക്കും, ഇങ്ങനെ ഫ്രീ ലിവിങ് ഫോമിൽ. ചില ഒബീലിയ നോക്കിക്കഴിഞ്ഞാൽ അത് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തുന്നുണ്ടാവും. അതായത് ഹൈഡ്രയുടെ പോലെ, ഹൈഡ്ര എന്നല്ല പറയുന്നത്, ഹൈഡ്രയുടെ പോലെ അറ്റാച്ച്ഡ് ഫോംസ് ഉണ്ടാവും. അതാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഒബീലിയ എന്ന് പറയുന്ന ഓർഗാനിസം അത് പോളിപ്പ് ഫോമിലാണെങ്കിൽ ആ പോളിപ്പ് ഫോം എന്ത് ചെയ്യും? അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തും. ഇവിടെ കാണുന്നത് അസെക്ഷുവൽ ആണ്. അസെക്ഷുവൽ നടത്തി എന്തുണ്ടാവും? മെഡൂസ ഉണ്ടാക്കും. ഇനി ഈ മെഡൂസ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി എന്തുണ്ടാക്കും? അതായത് ഒരു ജനറേഷനിൽ പോളിപ്പാണ് വരുന്നതെങ്കിൽ നെക്സ്റ്റ് ജനറേഷൻ സെയിം ഓർഗാനിസത്തിലല്ല, ഓരോ ഓൾട്ടർനേറ്റിംഗ് ജനറേഷൻസിൽ. നേരത്തെ പറഞ്ഞപ്പോൾ ഞാൻ സെയിം ഓർഗാനിസം എന്ന് പറഞ്ഞു പോയി. അപ്പോൾ ഒരു ഓർഗാനിസം പോളിപ്പാണെങ്കിൽ ആ പോളിപ്പ് അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി എന്തിനെ ഉണ്ടാക്കും? ഒരു മെഡൂസ ഉണ്ടാക്കും. ഈ മെഡൂസ സെക്ഷുവൽ റീപ്രൊഡക്ഷൻ നടത്തി പോളിപ്പിനെയൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെ ഓരോ ജനറേഷനും, ഒരു ജനറേഷൻ പോളിപ്പാണെങ്കിൽ അടുത്ത ജനറേഷൻ മെഡൂസ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അതിനാണ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ അല്ലെങ്കിൽ മെറ്റാജനസിസ് എന്ന് പറയുന്നത്. കണ്ടോ, അവരുടെ ജനറൽ ക്യാരക്ടേഴ്സാണ് പറയുന്നത് സീലൻഡ്രേറ്റ്സിൻ്റെ. ഈ കാണുന്ന ഡയഗ്രാം എന്ന് പറഞ്ഞാലും നമ്മുടെ സീ അനിമോണിൻ്റെ ഡയഗ്രമാണ് യെല്ലോയിൽ കാണുന്നത്. ടിഷ്യൂ ഗ്രേഡ് ഓഫ് ഓർഗനൈസേഷനാണ്. അതുപോലെ തന്നെ റേഡിയൽ അല്ലെങ്കിൽ ബൈ റേഡിയൽ സിമെട്രിയാണ്. നിങ്ങൾക്ക് ടെക്സ്റ്റിൽ റേഡിയലിനേ ഉള്ളൂ, റേഡിയൽ സിമെട്രി. ദാറ്റ് ഈസ് ഓർഗാനിസംസ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻറ്റു 2 equal halves ത്രൂ എ പ്ലെയിൻ ദാറ്റ് പാസസ് ത്രൂ ദ സെൻറ്റർ ഓഫ് ദ ഓർഗാനിസം. ഒരു പെർട്ടിക്കുലർ പ്ലെയിനിൽ കൂടെ മുറിച്ചാൽ 2 ഹാഫ് കിട്ടും. പിന്നെ അവരുടെ ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മെജോറിറ്റി ദേ ആർ മറൈൻ, വെരി ഫ്യൂ ആർ ഫ്രഷ് വാട്ടർ ഫോംസ്. ഇനി അവരുടെ ബോഡി പ്ലാൻ ആണ് കാണിച്ചിരിക്കുന്നു. ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ ആയി കാണിച്ചിരിക്കുന്നതാണ്. ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതാണ് ബോഡി പ്ലാൻ എന്ന് പറയുന്നത്. ഒരു സിംഗിൾ ഓപ്പണിംഗ് ഉണ്ട്. ഇറ്റ് സെർവ്സ് ബോത്ത് ആസ് മൗത്ത് ആൻഡ് ഏനസ് ആൻഡ് ഇറ്റ് പൊസസ് ടെൻറ്റക്കിൾസ് ആൻഡ് ദർ ഇസ് എ സിംഗിൾ ഗ്യാസ്ട്രോവാസ്കുലർ ക്യാവിറ്റി. ദെൻ ക്യാരക്ടേഴ്സാണ് പറയുന്നത്. ലാർജ് ബോഡി ക്യാവിറ്റി, അല്ലെങ്കിൽ ആ ക്യാവിറ്റിക്ക് പറയുന്ന പേരാണ് സീലൻട്രോൺ. വെർ ഇസ് ദ സീലൻട്രോൺ? ദിസ് ഇസ് ദ സീലൻട്രോൺ. ദിസ് ഇസ് ദ ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാൻ. ഈ കാണുന്നതാണ് സീലൻട്രോൺ. ഇനി ഡൈജഷൻ നേരത്തെ പറഞ്ഞു. എക്സ്ട്രാ സെല്ലുലാർ ആൻഡ് ഇൻട്രാസെല്ലുലാർ. ഓൺലി സിംഗിൾ ഓപ്പണിംഗ് സറൗണ്ടഡ് ബൈ ടെൻറ്റക്കിൾസ്. ഈ കാണിക്കുന്നത് ഡിഫ്യൂസ്ഡ് നെർവസ് സിസ്റ്റമാണ്. ഈ കാണിച്ചിരിക്കുന്നത് ഡിഫ്യൂസ്ഡ് നെർവസ് സിസ്റ്റം. നെർവ് സെൽസേ ഉള്ളൂ എന്ന് പറയും. സിസ്റ്റം എന്ന് പറയാനില്ല, ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള നെർവ് സെൽസ്, സിസ്റ്റം ഇല്ല, സോറി. നെക്സ്റ്റ് they are called nidoblast or they are called nidarians because they possess stinging cells or nematocytes or nidoblast. എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് സെൽസ് ഉള്ളത് കൊണ്ടാണ് they are called nidarians. ഈ കാണുന്നതാണ് നിഡോബ്ലാസ്റ്റ്. അത് ടെൻറ്റക്കിൾസിലുണ്ടാവും, പിന്നെ ബോഡി സർഫസിലും ഉണ്ടാവും. ടെൻറ്റക്കിൾസിലും ഈ കാണുന്ന നിഡോബ്ലാസ്റ്റ് കണ്ടോ.
ആൻഡ് ഈ നിഡോബ്ലാസ്റ്റ് ഒരു അറ്റാക്കിന് അല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സമയത്ത് അവരുടെ ഒരു ഇലോങ്ങേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചർ പുറത്തേക്ക് ഇങ്ങനെ തുറന്നു വരുന്ന പോലെ വരും, അല്ലാത്തപ്പോൾ അത് ഉള്ളിലേക്കിരിക്കും. ടെക്സ്റ്റിലും നിഡോബ്ലാസ്റ്റിൻ്റെ ഒരു ഡയഗ്രം ഉണ്ട്. ഈ കാണുന്നതാണ് നിഡോബ്ലാസ്റ്റ്. അത് ടെൻറ്റക്കിൾസിൽ ധാരാളമായിട്ട് നിഡോബ്ലാസ്റ്റ് ഉണ്ട്. ഈ കാണുന്നതാണ് ടെൻറ്റക്കിൾസ്. അതിൽ ധാരാളമായിട്ട് നിഡോബ്ലാസ്റ്റ് അല്ലെങ്കിൽ സ്റ്റിങ്ങിങ് സെൽസ് ഉണ്ട്. അതിന് കുറേ ഫങ്ഷൻ ഉണ്ട്. എന്തൊക്കെയാണ് നിഡോബ്ലാസ്റ്റിൻ്റെ ഫങ്ഷൻ? അത് സ്റ്റിങ്ങിങ് ക്യാപ്സ്യൂൾ എന്നും പറയും. അത് ആങ്കറേജിന് സഹായിക്കുന്നു, അതുപോലെ തന്നെ ഡിഫെൻസിന് സഹായിക്കുന്നു, ഓൾസോ ഫോർ ക്യാപ്ചറിങ് പ്രേ. ആങ്കറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ഫോർ അറ്റാച്ച്മെൻറ്റിന് സഹായിക്കുന്നു. അതുപോലെ തന്നെ ഡിഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശത്രുക്കളെ എതിരിടാൻ. ഓൾസോ ഫോർ ക്യാപ്ചറിങ് പ്രേ. ടെൻറ്റക്കിൾസ് ഒക്കെ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, ടെൻറ്റക്കിൾസ് ഇങ്ങനെ അങ്ങ് ആ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ നിഡോബ്ലാസ്റ്റില്ലേ, അതതിൻ്റെ ആ സ്റ്റിങ്ങിങ് സെൽസിൻ്റെ ആ നീളമുള്ള ആ പ്രോസസ്സ് അങ്ങ് പുറത്തേക്ക് വരും. അപ്പോൾ അത് പ്രേയെ ക്യാപ്ചർ ചെയ്യും. അങ്ങനെയാണ് പ്രേ ക്യാപ്ചർ ചെയ്യുന്നത്. ഈ കാണിക്കുന്നതാണ് പോളിപ്പ് ആൻഡ് മെഡൂസ. നേരത്തെ പറഞ്ഞതാണ്. ദിസ് ഇസ് ദ പോളിപ്പ് ആൻഡ് ദ അംബ്രല്ല ഷേപ്പ് സ്ട്രക്ചർ ഇസ് കോൾഡ് മെഡൂസ. പോളിപ്പ് ഇസ് സെസൈൽ, മീൻസ് അറ്റാച്ച്ഡ് ടു എ സർഫസ്. സിലിണ്ട്രിക്കൽ അല്ലേ, സെസൈലാണ്, സിലിണ്ട്രിക്കൽ ആണ്. ദെൻ ഇറ്റ് ഈസ് അസെക്ഷുവൽ സൂയിഡ്, അസെക്ഷുവൽ ആണ്. മെഡൂസയാണെങ്കിലോ ഫ്രീ സ്വിമ്മിങ് ആണ്. അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ആണ് ആര് നടത്തുക? പോളിപ്പ് നടത്തുക. മെഡൂസയാണെങ്കിൽ എന്താണ്? ഫ്രീ സ്വിമ്മിങ്, അംബ്രല്ല ഷേപ്ഡ് ആൻഡ് ഇറ്റ് അണ്ടർഗോസ് സെക്ഷുവൽ റീപ്രൊഡക്ഷൻ. ഇനി 3 ക്ലാസ്സസ് ആണ് പറയുന്നത്: ഹൈഡ്രോസോവ, സ്കൈഫോസോവ ആൻഡ് ആന്തോസോവ. ഈ പറയുന്ന 3 ക്ലാസ്സസ് ആണ് മേജറായിട്ട് ഫൈലം സീലൻട്രേറ്റയിൽ വരുന്നത്. ഹൈഡ്രോസോവൻ്റെ എക്സാമ്പിൾ ഹൈഡ്ര, ഒബീലിയ, ഫൈസാലിയ ഒക്കെയാണ്. ഒബീലിയയ്ക്ക് നമ്മളൊരു പ്രത്യേകത പറയുന്നത് ഇറ്റ് ഷോസ് ഓൾട്ടർനേഷൻ ഓഫ് ജനറേഷൻ ഓർ മെറ്റാജനസിസ്. ഫൈസാലിയ എന്ന് പറയും, ഫൈസാലിയയുടെ വേറൊരു പേരാണ് പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയും ഫൈസാലിയ. അടുത്ത സ്കൈഫോസോവയിൽ വരുന്നതാണ് ഒറീലിയ or commonly known as jellyfish. Then comes the anthozoa. Anthozoa example is Metridium, അതായത് നമ്മുടെ സീ അനിമോണാണ്. ഓക്കെ, ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ക്ലാസ്സസ്. ഇനി കുറച്ച് ജനറൽ എക്സാമ്പിൾസ് ആണ് ഈ പറയുന്നത്. അതായത് ഒബീലിയ, ഗോർഗോണിയ, സീ ഫാൻ എന്ന് പറയും, ഗോർഗോണിയ, ഹൈഡ്ര, പെനാറ്റുല. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ള എക്സാമ്പിൾസ് ആണ്. സീ പെൻ അതിൻ്റെ കോമൺ നെയിമും അല്ലാത്ത പേരും പഠിക്കണം. ഫൈസാലിയ കണ്ടോ, പോർച്ചുഗീസ് മാൻ ഓഫ് വാർ എന്ന് പറയും. ബ്രെയിൻ കോറൽ, മിയാൻഡ്രീന, അഡാംസിയ അതാണ് സീ അനിമോൺ, ഒറീലിയ അതാണ് ജെല്ലി ഫിഷ്. കോമൺ നെയിംസ് ആണ് പറയുന്നത് ഫൈലം സീലൻട്രേറ്റിൽ. ഓക്കെ, അതോടുകൂടി ഫൈലം സീലൻട്രേറ്റ കഴിഞ്ഞു. എന്തൊക്കെയാണ്? ദ ഷോ ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ. Digestion is both extracellular and intracellular. They are called nidarians because of the presence of a specialized cell called nidoblast. ഒരു capsule-like structure ആണ് present in tentacles and also in the body surface. This nidoblast helps in എന്തിനൊക്കെയാണ് സഹായിക്കുന്നത്? Anchorage, defense and prey capture. പിന്നെ സിസ്റ്റംസ് എന്നൊന്നും പറയാനില്ല. നെർവസ് സിസ്റ്റം എന്ന് പറയാൻ പറ്റില്ല, അതിന് പകരം ഡിഫ്യൂസ്ഡ് ആയിട്ടുള്ള നെർവ് സെൽസ് ഉണ്ട്. അതുപോലെ തന്നെ സിംഗിൾ ഓപ്പണിങ്ങേ ഉള്ളൂ. ബ്ലൈൻഡ് സാക്ക് ബോഡി പ്ലാനാണ്. ബ്ലൈൻഡ് സാക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഒരൊറ്റ ഓപ്പണിംഗ് ഉള്ളതിനാണ് ബ്ലൈൻഡ് സാക്ക് എന്ന് പറയുന്നത്. ഒരു ഓപ്പണിംഗിൽ നിന്ന് വന്നു, പിന്നെ അടുത്ത ഓപ്പണിംഗ് ഇല്ല, അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, അതാണ് ബ്ലൈൻഡ് സാക്ക് എന്ന് പറയുന്നത്. പിന്നെ ടെൻറ്റക്കിൾസ് പ്രസൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ 2 തരത്തിൽ ഓർഗാനിസംസ് കാണാം. അതിനാണ് പോളിമോർഫിസം എന്ന് പറയുന്നത്. ദേ ഷോ പോളിമോർഫിസം. ദറ്റ് ഈസ് പോളിപ്പ് ആൻഡ് മെഡൂസ. പോളിപ്പ് ഇസ് അറ്റാച്ച്ഡ് ഫോം ആൻഡ് സിലിണ്ട്രിക്കൽ. ഇറ്റ് ഈസ് asexual. Then while medusa is free swimming, it is freely moving and it is umbrella shaped structure and it undergoes sexual mode of reproduction. In some cases, some organisms show both the forms, that is both medusa and polyp, that is alternation of generation or metagenesis. The best example is Obelia. ഇതൊക്കെയാണ്. പിന്നെ 3 classes: Scyphozoa, Hydrozoa, Anthozoa and the common examples. These are the major characteristics of the phylum Coelenterata. Okay.